പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ സംഷാദ് മരക്കാറിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചിരുന്നു. വയനാട് ചൗണ്ടേരിയിൽ ഒരേ വീട്ടുപേരിൽ ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾക്ക് വോട്ടുണ്ട് എന്ന BJP നേതാവ് അനുരാഗ് താക്കൂറിന്റെ ആരോപണം നേരത്തെ സംഷാദ് മരക്കാർ തള്ളിപ്പറഞ്ഞു. അത് വോട്ടേഴ്സും തള്ളുകയാണ്. ചൗണ്ടേരി എന്ന പേരിൽ വള്ളിയമ്മയ്ക്കും മറിയത്തിനും വോട്ട് വന്നതിലുള്ള യഥാർത്ഥ കാരണം ഇതൊരു സ്ഥലപ്പേരായതുകൊണ്ടാണ്. കണിയാമ്പറ്റ പഞ്ചായത്തിലെ 7ാം വാർഡിലാണ് ഈ വോട്ടേഴ്സ് ഉള്ളത്. സുർജിത്ത് അയ്യപ്പത്ത് അവിടെ പോയി. സുർജിത്ത് അയ്യപ്പത്തിന്റെ റിപ്പോർട്ടിലേക്ക്. ദേശീയ തലത്തിൽ തന്നെ ഇപ്പോൾ ശ്രദ്ധേയമായിരിക്കുകയാണ് ഒരു നാടിൻ്റെ പേര്. ചൗണ്ടേരി എന്നുള്ള പേരാണ് ശ്രദ്ധേയമായിരിക്കുന്നത്. കൽപ്പറ്റ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ ഇരട്ട വോട്ട് ഉൾപ്പെടെയുള്ള വോട്ടിലെ ക്രമക്കേട് ആരോപണം BJPയുടെ നേതാവായിട്ടുള്ള അനുരാഗ് ഠാക്കൂർ ഉന്നയിച്ചത് ഈ മണ്ഡലത്തിലെ ചില വോട്ടർമാരെ ചൂണ്ടിക്കാട്ടിയാണ്. അതിൽ വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ടവർ ഒരു സ്ഥലത്ത്, അതായത് ഒരു വീട്ടുപേരിലുണ്ട് എന്നുള്ള ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചത്. അതിൽ ചൂണ്ടിക്കാട്ടി ഒരു പേര് മറിയം എന്നുള്ള പേരാണ്, മറ്റൊരു പേര് വള്ളിയമ്മ എന്നുള്ള പേരാണ്. എന്തായാലും ആ മറിയം നമ്മോടൊപ്പം ചേരുകയാണ്. ഈ ആരോപണം ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ഇങ്ങനെ ഈ വള്ളിയമ്മയും മറിയൊക്കെ ഒരു എന്താണ് പറയാനുള്ളത്? വോട്ട് ചെയ്യലുണ്ട്, അല്ലാണ്ട് താമസമൊന്നും ഞാൻ ഇതുവരെ ഇല്ല. ഒരു വീട്ടിൽ പോയി ഇരിക്കുകയെ ഒന്നും ചെയ്യലില്ല. ഞാൻ എൻ്റെ വീട്ടിലിരിക്കും, ഓളെ വീട്ടിലിരിക്കും. ചൗണ്ടേരി എന്നുള്ള പേരാണ് തോന്നുന്നത്. ചൗണ്ടേരി വീട്ടും പേരാണോ? ഈ നാടിൻ്റെ പേര് തന്നെ. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ഉണ്ടോ? എല്ലാം ഉണ്ട്. ആരോപണം കേട്ടപ്പോൾ ഇവർക്ക് ചിരിയാണ് വരുന്നത് എന്നുള്ളതാണ് കാര്യം. കാരണം ആ ആരോപണം ഒരു തരത്തിലും ശരിയല്ല എന്നതിൻ്റെ വ്യക്തതയാണ്. നമുക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള സംഷാദ് മരക്കാരൻ്റെ നാടുകൂടിയാണിത്. സ്വാഭാവികം അദ്ദേഹത്തിന് പറയാനുണ്ട്, എങ്ങനെയാണ് ഈ ചൗണ്ടേരി എന്നുള്ള പേര് ഇങ്ങനെ വീട്ടുപേരായിട്ടൊക്കെ മാറ്റപ്പെടുന്ന രീതിയിൽ വന്നിട്ടുള്ളത്? ഇതിൻ്റെ ആദ്യത്തെ പേര് ശരിക്കും ചാമുണ്ടേശ്വരി കുന്ന് എന്നാണ്. ഇവിടെ ചാമുണ്ടേശ്വരി അമ്പലം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഐതിഹ്യത്തിൽ പറയുന്നത്. അപ്പോൾ ചാമുണ്ടേശ്വരി കുന്ന് പിന്നീട് ചൗണ്ടേരിയായി മാറി. ഇവിടെ വന്ന് താമസിച്ച ആളുകൾ മുഴുവൻ അവരുടെ വീട്ടുപേരിന് പകരം ഈ സ്ഥലപ്പേര് ഉപയോഗിച്ചു. അതിൽ ഈ അനുരാഗ് ഠാക്കൂർ പറഞ്ഞതുപോലെ ഒരു മുസ്ലിം കുടുംബവും ഒരു ഹൈന്ദവ കുടുംബവും ഒരുമിച്ച് താമസിച്ചു എന്നുള്ളതാണ് പുള്ളിയുടെ ഏറ്റവും വലിയ പ്രയാസം. അത് ഈ നാട്ടിൽ നിന്നും വലിയ പ്രയാസമുള്ള കാര്യമല്ല എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. രണ്ട്, ഇവിടുത്തെ ക്രിസ്ത്യൻ ആളുകളുടെ വീട്ടുപേര് ചൗണ്ടേരി എന്നാണ്. ഇവിടുത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വീട്ടുപേര് ചൗണ്ടേരി. ഇത് സ്ഥലത്തിൻ്റെ പേരാണ്. ഇനി അദ്ദേഹത്തിനോടൊരു ഉപദേശമുള്ളത്, 4 സ്ഥലപ്പേര് കൂടി ഞങ്ങളുടെ വാർഡിൽ ഇങ്ങനെ അറിയപ്പെടുന്നുണ്ട്. ഒന്ന് പാടിക്കര, പൊന്നങ്കര, കീരിപ്പറ്റ. ഇനി നാളെ ഈ ആളുകളൊക്കെ ഒരു വീട്ടിൽ താമസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യരുത്, ഒരു പത്രസമ്മേളനം നടത്തി വീണ്ടും ഇവിടെ കുഴപ്പമുണ്ടാക്കരുത്. അല്ല, അദ്ദേഹത്തിൻ്റെ ഒരു വല്ലാത്ത പ്രയാസം, ഒരു 2 മതക്കാർ ഒരുമിച്ച് താമസിക്കും. ഞങ്ങൾ പണ്ടും അങ്ങനെ തന്നെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ചിലപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ അവർ വരാറുണ്ട്, അവരുടെ വീട്ടിൽ ഞങ്ങളും പോകാറുണ്ട്. അങ്ങനെ തന്നെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ചൗണ്ടേരി എന്ന് പറയുന്നൊരു സ്ഥലപ്പേരാണ്. ആ സ്ഥലപ്പേര് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ അത് വീട്ടുപേരാണെന്നുള്ള രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുകയും അത് ഒരു ആരോപണമായി, അതായത് ഇരട്ട വോട്ട് അടക്കമുള്ള ആരോപണം, അങ്ങനെ ആ ആരോപണത്തിൻ്റെ പുറത്ത് കോൺഗ്രസ് ഉന്നയിച്ച ആരോപണത്തിന് മറുപടിയായി BJP നേതാവ് അനുരാഗ് ഠാക്കൂർ ഉന്നയിച്ച ആ ആക്ഷേപം അത് തെറ്റാണ് എന്ന് സമർത്ഥിക്കേണ്ടി വരുന്നൊരവസ്ഥയാണുള്ളത്. അതാണ് ഈ ചൗണ്ടേരിയിൽ നിന്ന് പറയാനുള്ള കാര്യവും അതുതന്നെയാണ്. മനു ദാമോദരനൊപ്പം സുർജിത്ത് അയ്യപ്പത്ത്, 24 വയനാട്. അപ്പോൾ അതാണ് മറിയ അമ്മയ്ക്ക് ചിരി അടക്കാൻ പറ്റുന്നില്ല. അത് കേട്ട് പിന്നെ ചിരി പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഒരേ വീട്ടുപേരിൽ ഹിന്ദു മുസ്ലിം വിഭാഗങ്ങളൊക്കെ ഉണ്ടാവുക എന്ന് പറയുന്നത് നമുക്ക് സ്വാഭാവികമാണ്. അനുരാഗ് താക്കൂറിന് അതിൻ്റെ യഥാർത്ഥ വൈബ് മനസ്സിലാവാത്തതുകൊണ്ടാണ്. താക്കൂർ സാർ ഇങ്ങോട്ടൊക്കെ വന്നാൽ ഇവിടെയൊക്കെ കുറച്ചുള്ള താമസിച്ചാൽ അത് അമ്മയ്ക്ക് മനസ്സിലാവുന്നതാണ്. എന്തായാലും പക്ഷേ ഇവിടെ ഈ ചൗണ്ടേരി എന്ന് പറയുന്ന ഒരു സ്ഥലപ്പേരാണ്, അത് വീട്ടുപേര് പോലും അല്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു വാർത്താ സമ്മേളനമൊക്കെ നടത്തി വലിയൊരു ആരോപണത്തിന് മറുപടി പറയുമ്പോൾ കുറച്ചുകൂടിയൊക്കെ അവധാനതയോടും സാവകാശത്തോടു കൂടിയും കാര്യങ്ങളൊക്കെ പഠിച്ചും വാർത്താ സമ്മേളനം നടത്തുന്നത് നല്ലതായിരിക്കും. കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്ന ആളല്ലേ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.